ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട്. ആ വീഡിയോയുടെ പേരാണ് ഗ്രാനി. സുഹൃത്തുക്കളെ, നമ്മൾ ഗ്രാനിയുടെ തേർഡ് പാർട്ട് കളിച്ചിരുന്നു. ഇപ്പോൾ ഇത് ഫസ്റ്റാണ്. പ്രാക്ടീസിലാണ് അവർ ഡൗൺലോഡ് ചെയ്തപ്പോയിട്ടിരിക്കുന്നത്. അതങ്ങ് മാറ്റാം. ഇപ്പോൾ കളി തുടങ്ങാം ഗൈസ്. അങ്ങനെ കളി തുടങ്ങുകയാണ്. ലോഡിംഗ് ഒക്കെ ചെയ്ത് കാണിക്കുകയാണ്. നമ്മളങ്ങ് കളിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ ഡൊയ് അല്ല, ഇതിൽ മറ്റേനെ പോലെ ഡൊയ് ഇല്ല ഗൈസ്, ഡേ ഉള്ളൂ, ഡേ. അങ്ങനെ ഡേ 1 നമ്മൾ പ്രവേശിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ എണീറ്റ് നോക്കിയപ്പോൾ ചുറ്റും ഒരു വലിയ ബെഡ്റൂം. സുഹൃത്തുക്കളെ, ഇത് വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കേണ്ടതിന് പകരം ഇവൻ ഭയങ്കര സങ്കടമായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. ഇത്രയും വലിയ ബെഡ്റൂം സെറ്റപ്പൊക്കെ അല്ലേ, നല്ല ക്ലീൻ ആയിട്ടുള്ള ഇത്രയും വലിയ ടോയ്ലറ്റ്. ഇതൊക്കെ വിട്ടിട്ട് എന്തിനാണ് അവൻ പോകുന്നത്? സുഹൃത്തുക്കളെ, അതിനകത്തൊന്നും കാർക്കി ഉണ്ടെന്ന് വിചാരിച്ച് പോയതാണ്, അതിനകത്തില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ കബോർഡ് തുറന്ന് നോക്കുമ്പോൾ ഭക്ഷണം ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എടുത്തില്ല. അത് എന്തിനടക്കണം? ചുമ്മാ കാക്കയ്ക്ക് തീറ്റ കൊടുക്കുന്നതിനേക്കാളും അതിനെ വെടി വെച്ചാൽ പോരെ. അതിൻ്റെ ശല്യം അപ്പോഴത്തോടെ തീരും. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം തുറന്ന് നോക്കുമ്പോൾ തോക്കിൻ്റെ ഒരു പീസ് കിട്ടി. അത് ഞാൻ വിട്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വലിയൊരു ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആരെയോ കണ്ണൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അലമാരയിൽ ഒരു ബുക്ക് പോലും ഇല്ല. അതാണ് ഗ്രാനി. അയ്യോ, ഗ്രാനി ഓടി വേണം ഗൈസ്. സുഹൃത്തുക്കളെ, നമുക്ക് ചുമ്മാ ഒന്ന് മാറാം. ഗ്രാനി നമ്മളെ കാണണമെന്നില്ല. ഇതൊക്കെ തട്ടിയിട്ടിട്ട് അയ്യോ അമ്മുമ്മ. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ പെടുമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ഇപ്പം മറിഞ്ഞടിച്ച് വീണിരുന്നെങ്കിലേ ഉള്ള ജീവിതം മൊത്തം പോകുമായിരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ബെല്ലടിച്ച് എല്ലാ പിക്ചറും തള്ളിയിട്ട് ഒരു പണിയും ഇല്ലാതെ ഓടുകയാണ്. ഓടുമ്പോൾ തോക്കിൻ്റെ ഒരു പീസ് കണ്ടിരിക്കുന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഓടി നടക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഒരു ബുക്ക് കിട്ടുന്നു. ആ ബുക്കും കൊണ്ട് നമ്മളൊരു ഇടവഴി കൂടെ കയറുന്നു. ആ ഇടവഴി എങ്ങനെ ഇങ്ങനെ കയറിയെന്ന് ഇങ്ങനെയൊക്കെ അറിയാവൂ. സുഹൃത്തുക്കളെ, അങ്ങനെ നോക്കിയപ്പോൾ ഒരു പാവ ഇരിക്കുന്നു ഗൈസ്. പാവ നല്ല ക്യൂട്ട് പാവയല്ലേ. പെട്ടെന്ന് ഹൃദയമെടുപ്പ് കൂടി ഗൈസ്. എന്തു പറ്റിയോ ആവോ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. വേറെന്തോ നീയേ ലോ. ഹൃദയമെടുപ്പ് കൂടിയാൽ ചിലപ്പോൾ ഗ്രാനി വരാൻ സാധ്യതയുണ്ട്. മറ്റേ സിലിണ്ടറിനേരെ പാവയാണിത്. സുഹൃത്തുക്കളെ, ഗ്രാനി ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് ഓടാം. അങ്ങനെ ഗൈസ്, നമ്മൾ മെഴുകുതിരിയൊക്കെ തള്ളിയിട്ട് ഗ്രാനീനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ ഈ പാവനെയും കൊണ്ട് നൈസായിട്ട് മുങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ പാവനെയും കൊണ്ട് ഓടി കാർ ഷെഡിലേക്ക് ഒളിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം തള്ളിയിട്ട് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ അതിനെ എറിഞ്ഞു. ഗൈസ്, നമുക്ക് ഗ്രാനീനെ കുടുക്കാം. കാരണം ഗ്രാനീനെ കുടുക്കിയാൽ ഒരു രസമാണ് ഇതിനകത്തിട്ട് പുകയ്ക്കാൻ. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ചെയിൻ കട്ടർ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഗ്രാനീനെ പുകയ്ക്കാൻ പോവുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ പുക മെഷീൻ ഓണാക്കിയിരിക്കുകയാണ്. ഇനി ഗ്രാനി വരാനുള്ള കാത്തിരിപ്പ് മാത്രം. ഗ്രാനി എത്തിക്കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് കയറ്റുക, പണി സാധിക്കുക. അത്ര തന്നെ. ഗ്രാനി ഗ്രാനി വാ ഗ്രാനി. ജിഞ്ചിനാക്കിളി എത്തി സുഹൃത്തുക്കളെ. അങ്ങനെ കയ്യിൽ ചോക്ലേറ്റ് പുരട്ടിയ വടിയുമായി ജിഞ്ചിനാക്കിളി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ എവിടെയെങ്കിലും ഓടി നടക്കാം ഒരു 2 മിനിറ്റത്തേക്ക്. സുഹൃത്തുക്കളെ, 2 മിനിറ്റത്തേക്ക് നമുക്കിനിയിപ്പം സന്തോഷം. നീ എന്ത് വേണോ ഈ വീട്ടിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഗ്രാനി ചത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. നമുക്ക് മുകളിലോട്ട് പോയി. പ്രത്യേകിച്ച് വേറൊന്നും പണിയൊന്നുമില്ല. എന്നാലും നമ്മൾ ചുമ്മാ കറങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. പിന്നെ അകത്തോട്ട് പോയി, പിന്നെ ഇടത്തോട്ട് പോയി. പിന്നെ സുഹൃത്തുക്കളെ, ഇതിനകത്തൊന്നുമില്ല. നമ്മളങ്ങ് താഴോട്ട് പോവുകയാണ്. നമുക്ക് ഈ റൂം തുറക്കാം. ഗണ്ണിൻ്റെ പീസ് സുഹൃത്തുക്കളെ. നമ്മൾ ഗണ്ണിൻ്റെ 3 പീസും കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷേ അത് ജോയിൻ ചെയ്യാൻ എനിക്ക് വയ്യ സുഹൃത്തുക്കളെ. അതിനകത്ത് കോഗ് വീൽ കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെയാണ് കോഗ് വീൽ. ഈ ആക്കേനെ വെടിവെച്ചുകൊണ്ടുള്ള തോക്കാണ് അതിലുണ്ടാകാതിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതൊന്നും വേണ്ടെന്ന് വിചാരിക്കുന്നു സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ അവിടെ കിടന്ന് റിമോട്ട് കൺട്രോൾ എടുത്തു സുഹൃത്തുക്കളെ. റിമോട്ട് കൺട്രോൾ കണ്ടു. എങ്ങനെ നമ്മൾ റിമോട്ട് കൺട്രോളും എടുത്ത് റിമോട്ടിൻ്റെ അടുത്തേക്ക് നടക്കുകയല്ല, സത്യം പറഞ്ഞാൽ ഓടുകയാണ്. ഓടി നമ്മൾ കിടക്കമുറിയിലെത്തി. അവിടെ നിന്ന് ഓടി ഹാളിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇത് ഏത് പാണ്ഡവന്മാരുടെ കാലത്ത് വെച്ച് വീഡിയോ ആവോ. എന്നാലും ഇതിൻ്റെ സെറ്റപ്പൊക്കെ കൊള്ളാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. ചുമ്മാ വെറുതെ ഓടി എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ നടന്ന് പോകുന്നു.
ഇവിടെ മേശ ഇരിപ്പുണ്ട്. ഇതിനകത്ത് വല്ല ഇതും കാണുമോ? ഒന്നിലില്ല, പക്ഷെ ഒന്നിലുണ്ട് പ്ലേ ഹൗസ് കീ. സുഹൃത്തുക്കളെ, ഇതിന് പ്ലേ ഹൗസിനകത്ത് 3 കോഗ് വീൽ വയ്ക്കാനുണ്ട്. ആ കോഗ് വീലൊന്നും നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ കോഗ് വീലിന് പകരം ചുമ്മാ ഒന്ന് കളി വീടല്ലേ, കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ പുതുക്കാം. അത് ഈ പ്രാതത്തിൻ്റെ വീടായ എന്ത്. അങ്ങനെ ഗൈസ്, അങ്ങനെ അവൻ ചുമ്മാ പോയി ടോയ്സൊക്കെ വെച്ച് കളിച്ചിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഗൈസ്, നമ്മളറിയാതെ ബെല്ലടിച്ചെന്ന് തോന്നുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഗ്യാസ് വല്ലതും ഇരിപ്പുണ്ട്. നമ്മളങ്ങനെ എഴഞ്ഞ് പോവുകയാണ്. സുഹൃത്തുക്കളെ, എഴഞ്ഞ് അപ്പുറത്തെ റൂമിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ പ്ലേ ഹൗസ് സ്കീം കൊണ്ട് നടക്കുകയാണ്. ഇത് എവിടെ കളയട്ടെന്നാണ് എൻ്റെ ചോദിച്ചില്ല. ഇവിടെ തന്നെ ഇട്ടാൽ വേണ്ട, എങ്ങോട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇടയ്ക്ക് വെച്ചിടാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ബെല്ലടിച്ചിരിക്കുകയാണ്. ഗ്രാനി ഇപ്പോൾ നമ്മൾ അടുത്തുണ്ടെന്നാണ് നമ്മൾ വിചാരം. പക്ഷേ ഗ്രാനി ഒന്നും നമ്മുടെ അടുത്തില്ല. ഗ്രാനി 2 മിനിറ്റത്തേക്ക് കറങ്ങാൻ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ നടന്ന് ഗ്രാനിനെ കണ്ടുപിടിക്കാൻ പോവുകയാണ്. സ്വയം ചാവാനുള്ള പ്ലാനാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഗ്രാനിനെ നോക്കുകയാണ്. ഗ്രാനിനെ നോക്കുമ്പോൾ ഗ്രാനി ഇവിടെയൊന്നുമില്ല. പിന്നെ നമ്മൾ മേഘതിരിനെ തള്ളിയിട്ട് അപ്പുറത്തൂടെ ഇറങ്ങാനുള്ള പരിപാടിയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഒരു സാധനവും കാണാനില്ല ഇതിനകത്ത്. ഈ ഗെയിമിനകത്ത് ഒന്നും കാണാനില്ല. കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നും കാണാനില്ല. പിന്നെ എങ്ങനെ കാണാൻ സുഹൃത്തുക്കളെ? അങ്ങനെ നമ്മൾ ഓടി പിന്നെയും കാക്ക ഭക്ഷണത്തിൻ്റെ അടുത്തെത്തി. അല്ല, കാക്കയ്ക്ക് തിന്നാനുള്ള തീറ്റയുടെ അടുത്തെത്തി. സുഹൃത്തുക്കളെ, 3 പ്ലേറ്റൊക്കെ ഹവായ ഉഡ്രഹാഹേ മൊത്തം മുകളിൽ തടച്ചു വെച്ചിരിക്കുകയാണ്. എന്തോ ഞാൻ പറഞ്ഞൊന്നോ എനിക്ക് അറിഞ്ഞൂടാ. അതാവാണ്. അയ്യോ, ഓർഡർ ചെയ്. എന്ത് സുഹൃത്തുക്കളെ, ലാഗെന്ന് വെച്ചാൽ അബ്ബാദിൽ ലാഗ്. സുഹൃത്തുക്കളെ, ഓടി നമ്മൾ TV കാണാമെന്ന് വിചാരിച്ചപ്പോൾ TV ആണ് സമ്മതിക്കൂല ഈ ഇളവിയാർ. ഓട്. ഈ ബാക്കിൽ നിന്നാണ് ഈ ഇളവിയാരൊരു കാര്യം. ഇവിടെ വിളിച്ചിരിക്കാം. അടുത്തും വേണേ. വാ മുമ്പേ, നിങ്ങളെ ഞാൻ അവിടെ കൊണ്ടുപോയി തള്ളിയിടാം. കെമേൺ പതുക്കെ പതുക്കെ എനിക്ക് പതുക്കെ വാ. അല്ലെങ്കിൽ എന്നെ നീ അടിച്ചു കൊല്ലും. നിന്നെ ഞാൻ കൊല്ലുന്നതിന് മുമ്പ്. സുഹൃത്തുക്കളെ, ഇതേത് വഴിയാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ഇത് മറ്റേ വഴിയല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മളങ്ങോട്ട് സുഹൃത്തുക്കളെ, നമുക്കൊരു പണി കിട്ടി. നമ്മൾ ഇടത്തോട്ട് ഓടാൻ നോക്കിയപ്പോൾ ലാഗ് കാരണം നേരെ ഓടി ചത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.